ഹലോ ഗായ്സ്, ഈ തിരക്കുള്ള ബസ്സിൽ കയറി എങ്ങോട്ടേക്കാണ് യാത്രയെന്ന് വെച്ചാൽ നേരെ ശംഖുമുഖത്തേക്ക് പോവാണ്. നമ്മുടെ നാവികസേന ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷ പരിപാടികളൊക്കെ ഇപ്രാവശ്യം ശംഖുമുഖത്താണ്. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് ഇപ്പോൾ വണ്ടിയൊന്നും വിടാത്തതുകൊണ്ട് KSRTC ബസ്സിലേക്കാണ് യാത്ര. കാരണം ഇത് അവർ തന്നെ അറേഞ്ച് ചെയ്ത KSRTC ബസ്സാണ്. അപ്പോഴാണ് അറിഞ്ഞത് വെട്ടുകാട് വരെ ബസ്സുള്ളൂ എന്ന്. ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വെട്ടുകാട് ഞങ്ങളെ വീട്ടിനടുത്തായിട്ട് പിന്നെ ആ ബ്ലോക്കിൽ കിടന്ന് വലയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി അങ്ങ് നടന്ന് വെട്ടുകാട് വരെ എത്തി. വെട്ടുകാട് കഴിഞ്ഞ് കുറച്ചും കൂടെ നടന്ന് നമ്മൾ വിചാരിച്ച് ശംഖുമുഖത്തിന് അടുത്തേക്ക് പോവാമെന്ന്. ഹലോ ഗൈസ്, ഒടുവിൽ നമ്മൾ കണ്ണാന്തുറ എത്തിയിരിക്കുന്നു. അയ്യോ, ശംഖുമുഖത്ത് എത്താൻ പറ്റിയില്ല. ഇവിടെ എവിടെയും സീറ്റ് കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കണ്ണാന്തുറ ബീച്ചിലെത്തി. ശംഖുമുഖത്തേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേ കണ്ണാന്തുറ ബീച്ച് ശംഖുമുഖത്തിന് അടുത്താണ്ട് അവിടെ നിന്നാണ് ഞങ്ങളെല്ലാം കണ്ടത്. നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു കാഴ്ച വിരുന്നാണ് നാവികസേന നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. കാരണം ഇത് മിസ്സ് ചെയ്തവർക്ക് നന്നായിട്ട് ഇത് മിസ്സ് ചെയ്ത് കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ഭംഗിയായിരുന്നു, അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഷോ ആയിരുന്നു അവർ അറേഞ്ച് ചെയ്തിരുന്നത്. ഹെലികോപ്റ്ററും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും എന്ന് പറയുമ്പോൾ നമ്മുടെ INS വിക്രാന്ത്, INS കൊൽക്കത്ത ഒക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ ഹെലികോപ്റ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് താന്നാണ് പറക്കുന്നത്. അത് മാത്രമല്ല, നേവിയുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ്, നേവിയുടെ അറ്റാക്കിങ്, അതായത് ശത്രുക്കളെ അറ്റാക്ക് ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് കാണാൻ പറ്റി. മിസൈൽ പൊട്ടിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഒരു ശത്രുവിൻ്റെ ബോട്ടൊക്കെ നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണാൻ പറ്റി. പിന്നെ ഒരു പായ്ക്കപ്പലുകൾ, അന്തർവാഹിനി കപ്പൽ, ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാഴ്ച വിരുന്നാണ് നേവി നമുക്ക് ഒരുക്കി തന്നത്. ഇത് മിസ്സ് ചെയ്തവർക്ക് നന്നായിട്ട് ഇത് മിസ്സ് ചെയ്ത് കാണും. കാരണം ഇനി ഇതുണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ ഏകദേശം ഒരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നു. യുദ്ധവിമാനത്തിൻ്റെ ഷോയും ഹെലികോപ്റ്ററിൻ്റെ ഷോ ആയിരുന്നു കേട്ടോ കൂടുതലും. കാരണം ഈ വരുന്ന ഹെലികോപ്റ്ററിൽ കയറി തൂങ്ങിയ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നേവി ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്ന ഷോയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഷോ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ INS വിക്രാന്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന കാഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി അതിമനോഹരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇവിടെ നടന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഈ പായ്ക്കപ്പലുണ്ടോ, പായ്ക്കപ്പലിൽ തിരങ്കയുടെ ലൈറ്റ് ഷോ ആണ് കാണുന്നത്. പിന്നെ അതാണ്ട് ഈ തീ തുപ്പുന്ന വിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു പോകാനുള്ള തിരക്ക് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് കുറച്ച് നേരം വെട്ടുകാട് പള്ളി ഇരുന്നിട്ടങ്ങ് പോകാമെന്ന്. അങ്ങനെ വെട്ടുകാട് പള്ളി കയറി കുറച്ച് നേരം ആ പള്ളിക്കകത്ത് കയറി ഇരുന്നപ്പോഴാണ് പുറത്ത് വെടിക്കെട്ട് കേൾക്കുന്നത്. കാരണം അപ്പോഴും പരിപാടി നടക്കുകയാണ് അവിടെ. അങ്ങനെ വെടിക്കെട്ടും ഈ ലൈറ്റൊക്കെ കാണുന്നത് കപ്പലുകളാണ് കേട്ടോ. കപ്പലുകളുടെ ലൈറ്റുകളും വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ക്രൗഡ് കാണുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നാണ് പോയത്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്